ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഈ തുറന്ന് കയറി ചെല്ലുന്നത് എൻ്റെ മുറിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ. ഈ കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ ഇതാട്ടോ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയല്ല മക്കളെ, പ്രശ്നം മുഴുവനതേ ഇതിനകത്തോട്ടാണ്. അതെ, കബോർഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് നമ്മൾ അടിയിൽ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും മേളത്തെ ഡ്രസ്സെല്ലാം പെട്ടെന്ന് താഴെ താഴെ പോവും. അത് ഇവിടെ മാത്രമുള്ള പ്രതിഭാസമല്ല, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അത് മാത്രമല്ല കേട്ടോ, എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ അത്രയും കളഞ്ഞത് എൻ്റെ 2 മക്കളാട്ടോ. അപ്പോൾ അവർക്ക് എടുക്കാൻ പാകത്തിനാണ് എല്ലാ സാധനവും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർമലി എപ്പോൾ വന്നാലും എൻ്റെ നെയിൽ പോളിഷും എൻ്റെ പൊട്ട് കമ്മൽ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും എടുക്കുന്നത് കൊണ്ട് ഞാനൊരു സാധനം ഇന്നങ്ങ് വാങ്ങിച്ചു. അപ്പം അതെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഈ സാധനം ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിനകത്താക്കി വെക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇവരുടെ കയ്യിലെത്തത്തില്ല. അല്ലെങ്കിൽ എൻ്റെ എല്ലാ സാധനവും എന്ന് വെച്ചാൽ ക്ലിപ്പും നെയിൽ പോളിഷൊക്കെ കുഞ്ഞാപ്പവും ഇങ്കിയും കൂടെയാണ് ഒറ്റ ഏറിനേ ഉള്ളൂ. കുഞ്ഞാപ്പിന് പ്രത്യേകിച്ച് അവൻ എന്ത് സാധനം കണ്ടാലും എടുത്തേറി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാം. അപ്പോൾ അതിനൊരു വ്ലോഗ് ചെയ്യാം, കൂടെ നമുക്ക് ഇച്ചിരി കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് എവിടുന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം എൻ്റെയും കുഞ്ഞാപ്പൂൻ്റെയും കബോർഡ് ഭയങ്കര മോശമായിട്ടായിരിക്കുന്നത്. ബേബിച്ചിൻ്റെ പിന്നെയും കുഴപ്പമില്ല. എൻ്റെയെന്ന് പറഞ്ഞു കഴിയുമ്പം തേച്ചതും തേക്കാത്തതും എല്ലാം മിക്സഡാണേ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ആദ്യം മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഡ്രസ്സിലോട്ട് കയറാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോഴത്തേക്കും പകുതി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാപ്പ് വന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാപ്പൂവിനെ കൂട്ടാതെ ഇതെല്ലാം ചെയ്യണമെന്നാണ് വിചാരിച്ചത്. കാരണം അവനെല്ലാം കിള്ളിപ്പെറുക്കി മൊത്തം നശിപ്പിക്കും. എന്നതായി എടുത്ത് വായിലിടുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിലിടും, പിന്നെ ഇങ്ങനെ എടുത്തെറിയും. ഇങ്കിയാണെങ്കിൽ എനിക്ക് അത്രയും പ്രശ്നമില്ല, അവളെല്ലാം ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇവൻ അങ്ങനെയല്ല, ഇവനെല്ലാം നേരത്തും. അപ്പം ഇടയ്ക്ക് ഇവനെയും കൊണ്ട് വന്നിട്ടാണ് ഞാൻ ഇതെല്ലാം ശരിയാക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായി വാങ്ങിച്ച എൻ്റെ ഫോണ്, എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ കളയാതെ സൂക്ഷിക്കും കേട്ടോ. അപ്പം ഞാൻ ആദ്യം വാങ്ങിച്ച ഫോണൊക്കെയാണ് അത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവനെ കൊണ്ടും കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് തരാമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവനും ആ സമയം എൻ്റെ കൂടെ നിൽക്കുമല്ലോ. അപ്പോൾ എനിക്കതെല്ലാം പെറുക്കി തരുമായിരുന്നു. അതുമല്ല ഞങ്ങൾക്കിത് ചെറിയ ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗസ്റ്റ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഗസ്റ്റിനെ കണ്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും കുഞ്ഞാപ്പൂ ഉറങ്ങിയതിന് ശേഷം ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞാപ്പൂവിനെ കിടത്തി ഉറക്കിയിട്ട് ഒരു ഒറ്റ കബോർഡിലെ സാധനങ്ങളാണ് കേട്ടോ നിലത്ത് കിടക്കുന്നത്. പിന്നെ അടുത്തത് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇവൻ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് കുറച്ച് നേരം പതിയെ വേണം എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ അവൻ എണീറ്റ് വരും. അപ്പം ഇത് മൊത്തം എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ചോക്ലേറ്റ് ആട്ടോ. അപ്പം ഞാൻ ഓർത്ത് ഒരെണ്ണം കഴിച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ വേണ്ടി എൻ്റെ കൂടെ കുടിക്കും കേട്ടോ. ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.